കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ടോ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഇത് വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ MLA സ്ഥാനം രാജിവാങ്ങുമായിരുന്നില്ലേ? കണ്ടകശനിയും രാഹുകാലവും രാഹുലിന് മാത്രമല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ആകമാനം ഒരുതരം കരുനിഴൽ വ്യാപിച്ചിരിക്കുന്നു എന്ന ചിന്ത കോൺഗ്രസിനുള്ളിൽ പ്രബലമാണ്. എങ്കിൽ പിന്നെ സർവൈവൽ അതാണ് ഏറ്റവും പ്രധാനം. ദെൻ ഡോമിനൻസ്. ഇപ്പോൾ ഈ ഒരു കൊടുങ്കാറ്റിൽ വഞ്ചി ഉലയാതെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം ഓരോ കോൺഗ്രസ്സുകാരനും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് പരസ്പരം മത്സരിച്ച് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുന്നത്. ഇത് തള്ളിപ്പറയുന്നതിൽ തന്നെ ഒരു മാർക്കറ്റ് കണ്ടെത്തുന്നുണ്ട്. സതീശൻ തള്ളിപ്പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെട്ടെന്നുള്ള ഉയർച്ചയുടെ പിന്നിലെ ഗോഡ് ഫാദർ മറ്റാരുമല്ല, VD സതീശനാണ്. യങ് ബ്രിഗേഡിന്റെ ഒരു തലതൊട്ടപ്പൻ. അപ്പോൾ എത്രത്തോളം ആർജവത്തോടുകൂടി ക്വിക്കായി തനിക്കൊരു തീരുമാനമെടുക്കാനാവും എന്ന് കാണിച്ചു കൊടുക്കുകയാണ് VD സതീശൻ. കാണിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല, ജനങ്ങളെ മൊത്തത്തിൽ. രമേശ് ചെന്നിത്തല വലിയൊരു ത്രട്ടായി നിൽക്കുമ്പോൾ ചെന്നിത്തല തീർച്ചയായും ഈ വിഷയത്തിൽ നിർണായകമായ നിലപാട് എടുത്തു കഴിഞ്ഞ ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയ തീരുമാനമാണ്. KC വേണുഗോപാലും അതേ നിലപാടാണ്. അപ്പോൾ ഉന്നത നേതൃത്വം, ദി ബിഗ് ത്രീ, എഗ്രി ഓൺ വൺ തിങ്: രാഹുൽ മാങ്കൂട്ടത്തിൽ ഷുഡ് സ്റ്റെപ്പ് ഡൗൺ, not only from the party and also from the Youth Congress leadership, but also from the Legislative Assembly. MLA സ്ഥാനം ആത്യന്തികമായി രാജിവെക്കേണ്ടി വരും. പക്ഷെ അതെപ്പോൾ? ഇത് രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയിരിക്കുന്നു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ഒരു വെടിക്കുള്ള കോപ്പുണ്ട് എന്ന് ചിലരെങ്കിലും കരുതുന്നു. ഈ മുങ്ങിച്ചാകാൻ പോകുന്നവൻ ചിലപ്പോൾ പലതും ചെയ്തെന്നിരിക്കും. കച്ചുതുരുമ്പിൽ മാത്രമായിരിക്കില്ല പിടിക്കുന്നത്. ഒരുപക്ഷെ മുങ്ങിത്താഴുമ്പോൾ പലരെയും കൊണ്ടു മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് കോൺഗ്രസ്സുകാരിൽ ചിലരെങ്കിലും പേടിക്കേണ്ടതുണ്ട്. രണ്ട്, ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഖഡ്ഗം വാളിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. നടക്കില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. കാരണം അത് പൊതുവിശ്വാസമാണ്. കാരണം ഒരു വർഷമെങ്കിലും നിയമസഭയ്ക്ക് ആയുസുണ്ടെങ്കിൽ, ഇനി ഒരു വർഷം കഴിഞ്ഞാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതെങ്കിൽ തീർച്ചയായും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യമാണ്. പക്ഷെ അങ്ങനെയല്ല. 8 മാസം, പരമാവധി 9 മാസം മാത്രമേ കേരള നിയമസഭയ്ക്ക് ഇനി കാലാവധിയുള്ളൂ. മെയ് മാസത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വരണം. മെയ് പകുതിയാകുമ്പോൾ പുതിയ മന്ത്രിസഭ നിലവിൽ വരണം. അപ്പോൾ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇപ്പോൾ ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 8 മാസം കഷ്ടി. എന്നാൽ കർണാൽ കോടതിയുടെ ഒരു വിധി, ഹരിയാനയിലെ ഒരു കോടതി തീരുമാനമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ, 6 മാസം എങ്കിലും ഉണ്ടാകണം ഒരു പുതിയ ജനപ്രതിനിധിക്ക്. പക്ഷെ ഒരു വർഷം നിയമസഭ കാലാവധി ബാക്കി ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യമുള്ളൂ എന്ന് ജനപ്രാതിനിധ്യ നിയമം പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ആത്യന്തികമായ തീരുമാനം, തെരഞ്ഞെടുപ്പ് വേണോ വേണ്ട എന്ന തീരുമാനം എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇപ്പോൾ നോക്കൂ, ഇലക്ഷൻ കമ്മീഷനാണ് വിവാദ കഥാപാത്രം. ഇലക്ഷൻ കമ്മീഷണറും കമ്മീഷനും എല്ലാം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒക്കെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു പരാതിയും പരിഭവവും രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉള്ളപ്പോൾ പെട്ടെന്ന് സാധ്യത കണ്ടെത്തി പാലക്കാട് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കാൻ BJP എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ തന്നെ ഇറക്കിക്കൊണ്ട് പെട്ടെന്ന് നടപടികൾ വളരെ സ്പീഡിലാക്കിക്കൊണ്ട് 6 മാസത്തെ കാലാവധിക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുകയും അവിടെ BJP നഗരസഭയിൽ ആകപ്പാടെ BJPക്ക് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. പടലപ്പിണക്കങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ, ശ്രീകൃഷ്ണകുമാറിൻ്റെ വൈഫിന് എതിരെ നടക്കുന്ന ആരോപണങ്ങൾ, അവിടെയുള്ള ആഭ്യന്തര കലഹങ്ങൾ, ഇതെല്ലാം തന്നെ മൂടി വെച്ചുകൊണ്ട്
ശോഭാ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ തലയെടുപ്പുള്ള ഒരു BJP സ്ഥാനാർത്ഥി രംഗത്ത് വരികയും കോൺഗ്രസിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമം നടത്തുകയും ഇടതുപക്ഷം ഉൾപ്പെടെ അങ്കലാപ്പിലാവുകയും ചെയ്തൊരു അന്തരീക്ഷം അതൊരു പക്ഷേ BJPയുടെ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. ഇത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയേ മതിയാവൂ. കാരണം ഇത് നോക്കൂ, ഇതൊരു വിരോധാഭാസമല്ലേ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വെക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി. അത് കേന്ദ്ര നേതൃത്വം കളക്റ്റീവ് തീരുമാനം. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമായി പറഞ്ഞല്ലോ, ഇത് വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമല്ല, കളക്റ്റീവ് ഡിസിഷനാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ഔപചാരികമായ കൂട്ടായ തീരുമാനമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കംപ്ലൈൻറ്റുകളില്ല, ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന ശബ്ദരേഖകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ തന്നെയാണ്, ടെക്സ്റ്റ് മെസ്സേജുകളും എല്ലാമാണ്. അത് വെച്ച് മാത്രം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ MLA സ്ഥാനം തെറിപ്പിക്കുക? അതൊരു കാര്യം. രണ്ട്, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിത്തൗട്ട് അനൗൺസിങ് എ ഡേറ്റ്. ഇത്ര കാലത്തേക്കെന്നല്ല, അനിശ്ചിതമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സസ്പെൻഡ് ചെയ്ത ഒരാൾ അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, പുറത്താക്കിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഏത് നിമിഷവും തിരിച്ചു വരാവുന്ന ഒരു വാതിൽ അവിടെ തുറന്നു കിടക്കുന്നു. അപ്പോൾ അത് പൂർണ്ണമായ ഒരു നടപടിയായി കാണാനാവില്ല. അത് വിശദീകരിച്ചുകൊണ്ട് ശ്രീ K മുരളീധരൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയാണ് ശ്രദ്ധേയം. ഒന്നാം ഘട്ടം എന്ന നിലയിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. രണ്ടാം ഘട്ടം എന്ന നിലയിൽ പാർട്ടി നടപടിക്ക് വിധേയനായി അദ്ദേഹം സസ്പെൻഡ് ആയിരിക്കുന്നു. അപ്പോൾ ഒരു മൂന്നാം ഘട്ടം ഉണ്ടാകും. അതൊരു ഉറപ്പായും നിയമസഭയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പുറത്തുപോക്കാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഇപ്പോൾ വരാനാവില്ല. പക്ഷെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനം ഉണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എവിടെയിരിക്കും അദ്ദേഹം? എവിടെയിരിക്കും? നിയമസഭയിൽ കടന്നു വരാൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷ ബെഞ്ചുകൾ ഇരിക്കാൻ പറ്റില്ല, കോൺഗ്രസിന്റെ ഭാഗമല്ല, ഒരു പാർട്ടിയുടെ ഭാഗമല്ല. അങ്ങനെയെങ്കിൽ KK രമ അൺഅറ്റാച്ച്ഡ് മെമ്പർ, ഓപ്പോസിഷൻ ബെഞ്ചുകൾക്ക് പുറകിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് KK രമയ്ക്കും ശേഷം ഏറ്റവും പിന്നണിയിൽ ഇരിക്കാൻ വിധിക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അതൊരു സാധ്യതയാണ്. ആ ഒരു സാധ്യത തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ അലോസരപ്പെടുത്തും. അതുകൊണ്ട് പൂർണ്ണമായും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ ഞങ്ങൾ ഏറ്റവും ധാർമ്മികമായ നിലപാടെടുത്തു. ഞങ്ങൾ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുന്നു. മുകേഷ് MLA വെല്ലുവിളിക്കുന്നു, KB ഗണേഷ് കുമാർ MLA വെല്ലുവിളിക്കുന്നു, ജോസ് തെറ്റയിലിനെയും അല്ലെങ്കിൽ മറ്റ് ആരോപണ വിധേയരായ ആളുകളെ വെല്ലുവിളിക്കുന്നു, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ 2 പേരുണ്ട്. സമാനമായ സാഹചര്യത്തിൽ വിൻസെന്റ് MLA ഉണ്ട്, അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി MLA ഉണ്ട്. സമാനമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ സ്വല്പം വ്യത്യസ്തമായ ആരോപണങ്ങൾ. അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു രക്തസാക്ഷി പരിവേഷം ലഭിക്കും. കാരണം താൻ മാത്രം ഘോഷിക്കപ്പെട്ടു എന്ന ഒരു പ്രതീതി ഉണ്ടാവും. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് BJPക്ക് അനുകൂല സാഹചര്യമായിരിക്കും ഒരു പക്ഷേ പാലക്കാട് കിട്ടാൻ പോകുന്നത്. കൃത്യമായി ഇതിന്റെ പ്രയോജനം പരമാവധി എടുക്കാൻ BJPയുടെ ആദ്യം തെരുവിലിറങ്ങിയത്. BJP പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തു യുവമോർച്ച BJP. ഇടതുപക്ഷം ഒരു പടി കൂടി കടന്നുകൊണ്ട് പാലക്കാട് സിറ്റിയിൽ വെച്ച് നടക്കേണ്ട ഒരു ശാസ്ത്രമേള ഇപ്പോൾ പാലക്കാട് അവിടെ നിന്നും മാറ്റി ഷൊർണൂറേക്ക് മാറ്റിയ ഒരു തീരുമാനം. അത് V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അത് പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനർത്ഥം ലീവിംഗ് നോ സ്റ്റോൺ അൺടേൺഡ്. ഇടതുപക്ഷവും BJPയും തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കായികമായി തടയുക, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ്. ഇവർ തമ്മിൽ മത്സരത്തിലാണ്. അപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിൽ ആകാതെ ഇരിക്കേണ്ടതിന് ഏക വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി ചെയ്തൊരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി ഇസ് നോട്ട് ഹോൾഡിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ഇന്ന് പാർട്ടിക്കാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടിക്ക് ബാധ്യതയില്ല എന്ന നിലപാടിലേക്ക് നീങ്ങും. ഞങ്ങളാണ് അദ്ദേഹത്തെ ഫീൽഡ് ചെയ്തത്, അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ, അതുവരെ ഔട്ട് എന്ന് പറയേണ്ട അവസ്ഥയിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹതഭാഗ്യനാണ്. എന്തു വന്നാലും ഹതഭാഗ്യനാണ്, വേറൊരു വാക്ക് പറയാനില്ല. ഇരട്ട നീതി.
ചിലർക്കൊരു നീതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു നീതിയും. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമല്ലായിരുന്നെങ്കിൽ നിലപാടുകളിൽ ഒരുപക്ഷെ വ്യത്യസ്തത ഉണ്ടാകുമായിരുന്നു. ഇത് വല്ലാത്തൊരു ടൈമിംഗ് ആയിപ്പോയി. അതാണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.